സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ കുട്ടികളെ അവഗണിച്ചെന്ന പരാതിയുമായി ബാലതാരം ദേവനന്ദ. കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമാണ്, അവർക്കും അവസരങ്ങൾ വേണം. കുട്ടികൾ നിരവധി നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെന്നും കണ്ണടച്ച് ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുതെന്നുമാണ് ദേവനന്ദ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇത്തവണത്തെ പുരസ്കാരത്തിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരമില്ലാത്തതിൽ നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. ഇപ്പോൾ ബാലതാരം ദേവനന്ദയുടെ പ്രതികരണം വരികയാണ്. എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? പ്രതിഷേധം തന്നെയാണ് ദേവനന്ദ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളുടെ നേരെ കണ്ണടച്ചോളൂ, പക്ഷേ ഇരുട്ടാണ് എന്ന് ധരിക്കരുത്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് കുട്ടികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് 2024 മലയാള സിനിമ അവാർഡ് പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചിരിക്കുന്നത്. ജൂറിക്ക് നേരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ദേവനന്ദ വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടനും ഫീനിക്സും ARM അടക്കമുള്ള ഒരുപാട് സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. 2 കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ ഇരുന്നുകൊണ്ടല്ല കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണം എന്ന് പറയാൻ ശ്രമിക്കേണ്ടത്. 2 കുട്ടികൾക്ക് അത് നൽകിയിരുന്നു എങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അത് ഊർജം പകർന്നതിനെ ഭാവിയിലേക്ക്. കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശത്തെ കാണാതെ പോയതിൽ കടുത്ത വിഷമമുണ്ട്. കടുത്ത പ്രതിഷേധമാണ് ദേവനന്ദ FB പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും സിനിമാ പ്രവർത്തകരും പൊതുസമൂഹവും ഈ വിഷയം ചർച്ച ചെയ്യണം എന്നും ദേവനന്ദ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ജൂറി പരാമർശത്തിനെതിരെയും അവാർഡ് പ്രഖ്യാപനത്തിനെതിരെയും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ദേവനന്ദ ഇപ്പോൾ FB പോസ്റ്റിലൂടെ വന്നിരിക്കുന്നത്. ഈ കുട്ടികളുടെ മാറ്റങ്ങൾ ഉണ്ടാകണം, പക്ഷേ മാറ്റങ്ങൾക്കൊപ്പം അവകാശങ്ങളും സംരക്ഷിക്കാൻ സാധിക്കണം. അത് ജൂറി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ദേവനന്ദ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തവണത്തെ അവാർഡ് കുട്ടികൾക്കുള്ള സിനിമകൾ ഉണ്ടായിരുന്നു, നല്ല സിനിമകളും നല്ല അഭിനയം കാഴ്ചവെച്ച ബാലതാരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമകളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന പരാതി, വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇപ്പോൾ ഒരു ബാലതാരം തന്നെ പ്രതികരണവുമായി വരുന്നത്. അതല്ലാതെ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ലേബി? സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരണങ്ങൾ വന്നിരുന്നു. എങ്കിലും ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ബാലതാരം തന്നെ, പ്രത്യേകിച്ച് ദേവനന്ദ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ബാലതാരമായി ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം പല കോണുകളിൽ നിന്നും പ്രശസ്തരും അപ്രശസ്തരുമായ ചിലരുടെയൊക്കെ മുറുമുറുപ്പുകൾ വന്നു, പരാതികൾ വന്നു. ഈ പരാതികൾക്കൊക്കെ മേലെയാണ് ഇപ്പോൾ ദേവനന്ദ തന്നെ, പ്രത്യേകിച്ച് പുരസ്കാരങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട, അഭിനയത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ദേവനന്ദ പരാതിയുമായി വന്നിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ, പക്ഷെ നിങ്ങൾ ചുറ്റും ഇരുട്ടാണ് എന്ന് കരുതരുത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപറ്റം കുട്ടികൾ ചുറ്റുമുണ്ട്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പോകണം എന്ന് തന്നെയാണ് ദേവനന്ദ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം വന്ന പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ദേവനന്ദ കടുത്ത ഭാഷയിൽ ജൂറിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട്, പരാതി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സ്മൃതി, ശരി, ബാലചിത്രങ്ങൾക്കായുള്ള ശ്രമങ്ങൾ ഇല്ല എന്നുള്ളതാണ് ജൂറിയുടെ വിലയിരുത്തൽ. ബാലചിത്രങ്ങൾക്കായുള്ള ശ്രമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ മികച്ച ബാലചിത്രത്തിനോ ബാലതാരത്തിനോ പുരസ്കാരമില്ല എന്നാണ് ജൂറി പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ബാലതാരങ്ങൾ നന്നായി അഭിനയിച്ച സിനിമകൾ 2-ലധികം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നന്നായി പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾ വലിയ രീതിയിൽ അവരുടെ അഭിനയം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ അതൊന്നും പരിഗണിച്ചില്ല, അപ്പോൾ ഞങ്ങളെ അവഗണിക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ദേവനന്ദ ഫേസ്ബുക്കിലൂടെ നൽകിയിരിക്കുന്നത്.